ഇപ്പോൾ ലീഡ് നില വി ജോയ് ഉയർത്തുന്നുണ്ട് എന്നുള്ളതാണ്. 3794 വി ജോയ് ലീഡ് നില ഉയർത്തുന്നുണ്ട്. 1741 അസ്ദ വീണ്ടും മാറുകയാണ്. 1741 അല്ല, 1741 കഴിഞ്ഞാണ് 3794 വന്നിരിക്കുന്നത്. അതാണ് മിനിറ്റുകൾ വ്യത്യാസത്തിൽ ആ നില മാറുകയാണ്. സമ്പത്ത് തുടരാം. 3000 എന്നുള്ള ലീഡ് എന്ന് തോന്നുന്നു ഡോക്ടർ സമ്പത്ത്? അതൊരു ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഇതൊരു 4000 കടന്നു. ഒരു കംഫർട്ടബിളായ ലീഡാണ്. ഇതൊരു കംഫർട്ടബിളായ ലീഡാണ്. തിരുവനന്തപുരത്ത് ഡോക്ടർ ശശി തരൂർ ഏതാണ്ട് വിജയം ഉറപ്പിച്ചു എന്ന് പറയുന്നത് പോലെ തന്നെ ആറ്റിങ്ങലിൽ അഡ്വക്കേറ്റ് വി ജോയി ഏതാണ്ട് വിജയം ഉറപ്പിക്കുന്നു എന്ന് തന്നെ പറയാനായി കഴിയും. മോദി സർക്കാരിലെ 2 മന്ത്രിമാർ അടുത്തടുത്ത മണ്ഡലങ്ങളിൽ മത്സരിച്ച് പരാജയപ്പെട്ടു എന്നുള്ളത് കൂടി നമ്മൾ കാണണം. തീർച്ചയായും ലാലേട്ടനും വി ജോയുടെ ലീഡ് 4000 കടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലെ നമുക്ക് കൂട്ടിച്ചേർക്കാനുള്ളത്. കാരണം അത്രത്തോളം വാശിയേറിയ പോരാട്ടമാണ് ഈ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നടക്കുന്നത്. നേരത്തെ വി ജോയ് വലിയ രീതിയിലുള്ള ഒരു മേൽക്കൈ നേടി മുന്നോട്ട് പോകുമ്പോൾ ആണ് അടൂർ പ്രകാശ് വീണ്ടും ലീഡ് ഉയർത്തുന്നത്. പക്ഷേ ഇപ്പോൾ വീണ്ടും അടൂർ പ്രകാശിനെ മറികടന്നുകൊണ്ട് ആദ്യം 3000, ഇപ്പോൾ 4000 കടന്നിരിക്കുന്നു ലീഡ്. 4317 എന്നുള്ളതാണ് ഇപ്പോൾ വി ജോയുടെ ലീഡ്. ഇനിയിപ്പോൾ എണ്ണാനുള്ള മേഖലകൾ അതിന്റെ ഒരു സ്വഭാവം വെച്ച് LDF-ന് അനുകൂലമാണ്. പക്ഷെ അത് ഏത് രീതിയിൽ വരുമെന്നുള്ളത് ആർക്കും പ്രവചിക്കാൻ സാധിക്കാത്തൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ എന്നാലും ഇതിൽ വ്യക്തമായ ലീഡ് നേടി ഈ ലീഡ് നില അതേപോലെ നിലനിർത്തി വിജയത്തിലേക്ക് എത്താൻ സാധിക്കുമെന്നുള്ള വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് സമ്പത്ത് താങ്കൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പോൾ താങ്കളും ഷീജയും ഒക്കെയാണ് ഫോക്കസിൽ. റിജി ലൂക്കോസ്, KJ ജേക്കബ് ഒക്കെ അവരുടെ മനസ്സിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അതേസമയം താങ്കൾ ആണല്ലോ അവിടെ ഏറ്റവും അവസാനം എണ്ണുന്ന ബൂത്തുകളുടെ കാര്യങ്ങൾ താങ്കളുടെ മനസ്സിലേക്ക് ഒന്ന് വന്നു നോക്കിയാൽ കാട്ടാക്കടയൊക്കെ ആണെന്നാണ് നേരത്തെ സൂചിപ്പിച്ചത്. അവിടെ ഇപ്പോൾ ഇത്രയും വോട്ടുകൾ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ ജോയ്ക്ക് കംഫർട്ടബിളായി ഇനിയിപ്പോൾ എത്തിച്ചേരാൻ പറ്റുമെന്ന് തന്നെ കരുതാമോ? അതെ, ജോയി ഈ ലീഡ് ഇതിൽ കാര്യമായ ഒരു ഇടിവ് ഉണ്ടാകുന്നില്ല എങ്കിൽ ഏതാണ്ട് ഇതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു ഭൂരിപക്ഷത്തിൽ അഡ്വക്കേറ്റ് വി ജോയി അവിടെ നിന്ന് വിജയിക്കാനാണ് സാധ്യത. അപ്പോൾ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഡോക്ടർ ശശി തരൂരിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞതുപോലെ ഇനി എണ്ണാനുള്ള വോട്ടുകൾ കുറച്ചാണ്. അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷവും വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ വിജയം ഉറപ്പിച്ചു എന്ന് പറയുമ്പോഴും ഇവിടെ മാധ്യമങ്ങളെ കാണുകയും ചെയ്തു. അതെ, ഇവിടെ അഡ്വക്കേറ്റ് വി ജോയിയുടേത് ഏതാണ്ട് നമുക്ക് ഉറപ്പിക്കാനായി കഴിയും. അപ്പോൾ തന്നെ ഞാനിതിൽ സൂചിപ്പിച്ച ഇതാണ്, ഇന്ന് മോദി സർക്കാരിൽ മന്ത്രിമാരായിരിക്കുന്ന 2 പേർ BJP നേതാക്കൾ അടുത്തടുത്ത 2 മണ്ഡലങ്ങളിൽ മത്സരിക്കുകയും അവർ ഈ മണ്ഡലങ്ങളിൽ ഇവിടെ ഈ സർവേ എല്ലാം എക്സിറ്റ് പോൾ സർവേ എല്ലാം വന്നപ്പോൾ ഇവിടെ ഇങ്ങനെ 5 സീറ്റ് വരെ BJP NDA മുന്നണി നേടും എന്ന് പറഞ്ഞതിൽ തന്നെ കൃത്യമായി അവരങ്ങനെ ഉറപ്പിക്കുകയും ചെയ്തു. ആദ്യം ഈ 2 മന്ത്രിമാരാണ് എന്നുള്ള നിലയിലേക്ക്. ഇതെല്ലാം തന്നെ ഇന്ന് ഇന്ത്യയിൽ അധികാരത്തിലുള്ള ആ NDA ഗവൺമെൻറ് മോദി സർക്കാരിലുള്ള അവിശ്വാസം ഇന്ത്യയിലെമ്പാടും രേഖപ്പെടുത്തപ്പെടുമ്പോൾ അത് ശക്തമായി ഈ കേരള സംസ്ഥാനവും രേഖപ്പെടുത്തുന്നതാണ് ആ 2 മന്ത്രിമാരുടെയും പരാജയം എന്ന് കൂടി നമ്മൾ കണക്കാക്കണം.